കണ്ണും മനസ്സും നിറഞ്ഞുള്ള ഒരു പടിയിറക്കം. ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടെ പടിയിറക്കത്തിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം, അയ്യപ്പൻ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഭാഗ്യം. അതൊക്കെയാണ് ഇത്തരത്തിൽ തിരുമേനിമാർക്ക് ലഭിക്കുന്നത്. എത്രയോ തിരുമേനിമാരാണ് കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാനായിട്ട്. ഈ തിരുമേനി തന്നെ ഏതാണ്ട് 5 തവണയോളം ശ്രമിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു ഭാഗ്യം അയ്യപ്പൻ കൊടുക്കുന്നത്. ഒരു വർഷമാണ് അനുവദിച്ച് നൽകുന്നത്. പക്ഷേ ആ ഒരു വർഷം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കഴിയുകയാണ്. ഒരിക്കലും ഒരു മേൽശാന്തിമാർക്കും അവിടുന്ന് പടിയിറങ്ങാൻ തോന്നില്ല. കാരണം അയ്യപ്പനെ പൂജിച്ച് ആർക്കാ മതി വരിക? വീണ്ടും വീണ്ടും പൂജിക്കാനല്ലേ ആഗ്രഹിക്കൂ, പക്ഷെ അതിന് സാധിക്കില്ലല്ലോ. പക്ഷെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒരു വർഷം എങ്കിലും ഒരു വർഷം അത് ഭഗവാനെ പൂജിക്കാൻ അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരം എന്ത് ഭാഗ്യമാണ് ജീവിതത്തിൽ വേറെ ഉണ്ടാവുക. എന്തായാലും അദ്ദേഹത്തിന് എല്ലാ പൂജകളിലും പങ്കെടുക്കാനും സാധിച്ചു. നിറഞ്ഞ മനസ്സോടെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്, സംതൃപ്തിയോടുകൂടിയാണ് പടിയിറങ്ങുന്നത് എന്നാണ് അദ്ദേഹം പടിയിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. തനിക്കൊരു വർഷം തന്ന ആ സൗഭാഗ്യത്തിന് ആ ഒരു മനം നിറഞ്ഞങ്ങനെ ഇറങ്ങുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു മേൽശാന്തിയുടെ. അത് ഈ ഒരു മേൽശാന്തി എന്നല്ല, അവിടുന്ന് പടിയിറങ്ങുന്ന ആ പൂജ കണ്ട ദൗത്യം കഴിഞ്ഞിറങ്ങുന്ന ഏതൊരു മേൽശാന്തിയുടെ കണ്ണും നിറഞ്ഞു പോകും. ഈ ഒരു വർഷമൊന്നുമല്ല, ജീവിതകാലം മുഴുവൻ അയ്യപ്പനെ പൂജിക്കാൻ തങ്ങൾക്ക് അവസരം കിട്ടണമെന്നാണ് ഓരോ മേൽശാന്തിമാരും ആഗ്രഹിക്കുന്നത്.